നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പീസാണ്. ഇതിൻ്റെ പ്രൈസ് അല്ല ഇതിന് ആ ഒരു വാല്യൂ കൊടുക്കുന്നത്. പകരം ഇതിൽ നമ്മൾ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പല ഫോട്ടോസ്, വീഡിയോസ് അല്ലെങ്കിൽ ഫയൽസ്, ഡാറ്റ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഇതിന് യഥാർത്ഥത്തിൽ വാല്യൂ ഉണ്ടാകുന്നത്. സോ അത്തരത്തിലുള്ള ഡേറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യാനും അത് റിക്കവർ ചെയ്യാനും പ്രധാനമായിട്ടും 2 മെത്തേഡുകളാണ് നമുക്ക് iOSലുള്ള അല്ലെങ്കിൽ ആപ്പിൾ ഇക്കോസിസ്റ്റത്തിലുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് iTunes ഉപയോഗിച്ച് ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ ഡിവൈസ് മാക്കുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിൻഡോസ് PC ആയിട്ട് കണക്ട് ചെയ്യുക. മാക് ആണെങ്കിൽ അതിൻ്റെ ഫൈൻഡറിൽ നമ്മുടെ ഡിവൈസ് ഇതുപോലെ പോപ്പപ്പ് ആകുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് ഡേറ്റ ബാക്കപ്പ് ചെയ്യാനും ഡേറ്റ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസരം വരുമ്പോൾ നമുക്ക് റീസ്റ്റോർ ചെയ്യാനും സാധിക്കുന്നതാണ് ഈ ഒരു ഓപ്ഷനിലൂടെ. വിൻഡോസിലും ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. രണ്ടാമത് നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് iCloud ആണ്. iCloud എന്ന് പറയുന്നത് ആർക്ക് വേണേലും എവിടെ ഇരുന്ന് വേണേലും ബാക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ്. ഡിഫോൾട്ടായിട്ട് ഒരു ആപ്പിൾ യൂസറിന് അവൈലബിൾ ആയിരിക്കുന്ന iCloud സ്റ്റോറേജ് എന്ന് പറയുന്നത് വെറും 5 GB മാത്രമേ ഉള്ളൂ. സോ ആ ഒരു 5 GB നമ്മൾ ഉപയോഗിക്കുന്ന 64 128 256 GB ഉള്ള ഒരു ഡിവൈസിൻ്റെ യാതൊരു ഡേറ്റയും നമുക്ക് അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെയാണ് നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഷൻ ഓപ്ഷൻസ് ഉള്ളത്. അതിലൂടെ നമുക്ക് ആവശ്യമുള്ള സ്റ്റോറേജ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. iCloud ത്രൂ ബാക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വയർലെസ് ആണ്. നമ്മൾ എവിടെയും കണക്ട് ചെയ്യേണ്ട, എവിടെയും പോകാൻ വേണ്ട. ജസ്റ്റ് നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയി വൈഫൈ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ആപ്പിൾ അക്കൗണ്ട് സെറ്റിംഗ്സിൽ പോയിട്ട് iCloud ഓപ്ഷനിൽ സ്റ്റോറേജ്, അതിപ്പം ഫോട്ടോസോ അല്ലെങ്കിൽ ഡിവൈസിൻ്റെ മൊത്തത്തിലുള്ള ബാക്കപ്പും നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് അത് കംപ്ലീറ്റ് ഡിവൈസ് ഡാറ്റ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ബാക്കപ്പുകളെല്ലാം നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞ 2 കാര്യങ്ങളും എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ സാധിച്ചു എന്ന് വരത്തില്ല. എന്നാൽ നിങ്ങൾക്ക് iCloudലോ iTunesലോ ബാക്കപ്പ് ഇല്ല, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാൻ സാധിക്കും? അവിടെയാണ് ടെനോഷയുടെ ULT ഡാറ്റ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ. സോ ഇതിൽ നമുക്ക് 5 ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. റിക്കവർ ഡാറ്റ ഫ്രം iOS ഡിവൈസ്, റിക്കവർ ഡാറ്റ ഫ്രം iTunes ബാക്കപ്പ്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ iTunesൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ സാധിക്കും. iCloud ബാക്കപ്പിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് റിക്കവർ ചെയ്യാൻ സാധിക്കും. പിന്നെ iOS സിസ്റ്റം ഫിക്സ്, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിൻ്റെ ഡാറ്റാസ് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. വാട്സാപ്പ്, ലൈന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ കൂടുതലും വാട്സാപ്പാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കാണാൻ പോകുന്ന ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഓപ്ഷനെ പറ്റിയാണ്. സോ ഡാറ്റ റിക്കവറി ഫ്രം iOS ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പല ഓപ്ഷൻസും കൊടുത്തേക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യാനും ഡീസെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫോട്ടോസാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ വീഡിയോസ് മാത്രമായിട്ട് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഇതിൽ, അതായത് മുകളിൽ ഡിവൈസ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ എൻ്റെ ഡിവൈസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, സോ ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന 14 Pro ആണ്. സോ ഞാനിവിടെ റിക്കവർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഫോട്ടോ വീഡിയോ ഓപ്ഷനിൽ ഞാൻ വീഡിയോസും ഫോട്ടോസും നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ ആവശ്യം അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ റിക്കവർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ റീസെൻ്റ്ലി നമ്മൾ ഡിലീറ്റ് ചെയ്ത ഡേറ്റാസ് ആയിരിക്കാം മിക്കവാറും നമുക്ക് റിക്കവർ ആയി കിട്ടുന്നത്. സോ റീസെൻ്റ്ലി എന്ന് പറയുമ്പം ഒരു 1 month റേഞ്ചിനകത്ത് നിൽക്കുന്ന രീതിയിലാണ്. ചിലപ്പം 2 weeks അല്ലെങ്കിൽ 3 weeks അല്ലെങ്കിൽ 1 month. അപ്പോൾ നമ്മൾ സ്കാൻ കൊടുക്കുവാണ്. ഡിവൈസിൽ എന്താണ് സ്റ്റോറേജ് സൈസ് അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി, അതനുസരിച്ചായിരിക്കും ഈ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ സെർച്ച് നടത്താൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് 873 വീഡിയോസാണ് റിക്കവർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇവിടെ റിക്കവർ ടു മാക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോസും വീഡിയോസും ഇഷ്ടമുള്ള ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിലെ ഡാറ്റ iCloudലോ iTunesലോ ഒന്നും ബാക്കപ്പ് ഇല്ല, എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് 100% ഡാറ്റ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ഡേറ്റാസും അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫയൽസും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇതാണ് ടെനോഷയുടെ വെബ്സൈറ്റ്. ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രയൽ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഡാറ്റാസ് റിക്കവർ ചെയ്തെടുക്കാൻ അതിനകത്ത് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ.
Catch you guys next video. Till then, peace.